ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ച കണക്കിലെ ആദ്യ 10 ചോദ്യങ്ങൾ. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനെ സംബന്ധിച്ച് കണക്ക് 20 മാർക്കാണ്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. മുൻകാല ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതിയാകും, വേറെ ഒന്നും നോക്കണ്ട. ഇതുവരെ PC നടത്തിയിട്ടുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം: ദ ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് എനി 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ്. അപ്പോൾ ചോദ്യത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയാൽ തന്നെ ആദ്യമേ നമുക്ക് കിട്ടും. ദ ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡ്സ് ദ പ്രോഡക്റ്റ് ഓഫ് എനി 4 കൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ്. അതായത് തുടർച്ചയായുള്ള നാച്ചുറൽ നമ്പർ. എക്സാമ്പിൾ നമ്മൾ 1, 2, 3, 4 ഇവിടെ പ്രോഡക്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും വലിയ നാച്ചുറൽ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പ്രത്യക്ഷത്തിൽ ചോദിച്ചിട്ടുള്ളത് ഇവയുടെ കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ. അതായത് 1, 2, 3, 4 ഇവയുടെ ഗുണനം എത്ര കിട്ടും? നമുക്ക് 24 എന്ന് കിട്ടും. ഈ കിട്ടുന്നതിനെ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാവുന്ന ഏറ്റവും വലിയ നമ്പർ ചോദിച്ചാൽ, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ ചോദിച്ചാൽ തീർച്ചയായും ആ സെയിം നമ്പർ തന്നെയാണ്, 24 തന്നെയാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, അതിൻ്റെ മീനിങ് ഒന്നെടുത്ത് ചെയ്താൽ മതി. അടുത്ത ചോദ്യം: ഇഫ് 520 mangoes can be bought for ₹600, how many can be bought for ₹1,500? അതായത് 520 മാങ്ങകളുടെ എണ്ണം എന്ന് പറയുന്നത് 600 രൂപ ആണ് എങ്കിൽ 1500 രൂപയ്ക്ക് എത്ര മാങ്ങ കിട്ടും എന്നാണ് ചോദ്യം. ഇവിടെ മാങ്ങ, ഇവിടെ റുപ്പീസ്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഒന്ന് ക്രോസ് ആയിട്ട് ഗുണിച്ച് എഴുതിയാൽ മതി. അപ്പോൾ ചെയ്യാം. 520 ഇൻറ്റു 1500 ഡിവൈഡ് ബൈ 600. 0 ക്യാൻസൽ ചെയ്യാം. 15-ൽ 5 പ്രാവശ്യം 3 ഉണ്ട്, 2 പ്രാവശ്യമുണ്ട്. 520 ബൈ 2 ചെയ്യാം. 2, 6, 0. 260 ഇൻറ്റു 5 ചെയ്താൽ മതി. 260 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 1300 എന്ന് കിട്ടും. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം: ഇൻ ആൻ എക്സാമിനേഷൻ 86% ഓഫ് ദ കാൻഡിഡേറ്റ്സ് പാസ്ഡ് ആൻഡ് 224 failed. How many candidates appeared for the exam? അതായത് ഒരു എക്സാം നടന്നു, അതിൽ 86% ആൾക്കാർ പാസ്സായി. അങ്ങനെയെങ്കിൽ തോറ്റവർ എത്രയാണ്? 14% തോറ്റത്. ആ 14 ഇവിടെ തന്നിട്ടുള്ളത് 224 പേർ. ഇനി ചോദിച്ചിട്ടുണ്ട് മൊത്തം എത്ര പേര് പങ്കെടുത്തു എന്നാണ് ചോദ്യം. അപ്പോൾ എക്സ് അറിയില്ല, 100% എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതാൻ പഠിക്കുക. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു എഴുത്ത് പഠിച്ചാൽ നമുക്ക് ഇതിൽ കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 86% ആണ് പാസ്സായത്, 224 പേർ ഫെയിൽഡ് ആയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 14% ഈ 224. അങ്ങനെയെങ്കിൽ മൊത്തം 100% എത്ര എന്നാണ് ചോദ്യം. 100% എക്സായിട്ട് എടുത്തു. വീണ്ടും നമ്മൾ ക്രോസ് ആയിട്ട് ഗുണിക്കുന്നു. 100 ഇൻറ്റു 224 ബൈ 14. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും 2 പ്രാവശ്യം. 3, 21, 2, 32. 32 ബൈ 2 ചെയ്യാം 16 ആണ്. 16 ഇൻറ്റു 100 1600 ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ മൊത്തം പങ്കെടുത്ത കുട്ടികൾ 1600. അടുത്ത ചോദ്യം: രാജു, ടോം ആൻഡ് ടോം. രാജുവും ടോമും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തു. രാജു ആൻഡ് ടോം ടുഗദർ ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 10 ദിവസം കൊണ്ട് ചെയ്തു.
ടോം ആൻഡ് അപ്പു, ടോം പ്ലസ് അപ്പു അവർ ഒരുമിച്ച് നിന്നപ്പോൾ 12 ദിവസം കൊണ്ട് ചെയ്തു. അപ്പു ആൻഡ് രാജു അവർ ഒരുമിച്ച് നിന്നപ്പോൾ 15 ദിവസം കൊണ്ട് ചെയ്തു. ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദേ ഫിനിഷ് ഇഫ് ആൾ 3 വർ ടുഗദർ? അപ്പോൾ ഇവർ 3 പേരും ഒരുമിച്ച് നിന്നാൽ ഈ തന്നിട്ടുള്ള ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് LCM മെത്തേഡ് വഴി ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം ഇതിൻ്റെ LCM കാണുക. 10, 12, 15. അത് LCM എങ്ങനെ കാണും? എഴുതിയൊന്നും ചെയ്യേണ്ട. ആദ്യം ഏറ്റവും വലിയ നമ്പർ എടുക്കുക, അതിൽ ഇത് രണ്ടും കോമൺ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. 10, 12 15 ഇല്ല. അടുത്ത് 15നെ 2 കൊണ്ട് ഗുണിക്കുക, 30. 12 പോകത്തില്ല, 10 പോകും. അടുത്ത് 45, 15നെ 3 കൊണ്ട് ഗുണിക്കുക, 45. 12 പോകുമോ? ഇല്ല, 10 പോകില്ല. അടുത്ത് 15നെ 4 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 60 കിട്ടും. 60ൽ 10 പോകും, 12 പൂർണ്ണമായും പോകും. അങ്ങനെയെങ്കിൽ ആ LCM ആണ് 60. ഇനി നമുക്ക് ഇവിടെ ഇവയുടെ എഫിഷ്യൻസി എടുക്കാം. 60ൽ 10 6 പ്രാവശ്യമാണ്, 12 5 പ്രാവശ്യമാണ്, 15 4 പ്രാവശ്യമാണ്. ഇനി നമുക്ക് ഈ വാല്യൂ വേണ്ട, നമ്മൾ ഇനി ചെയ്യുന്നത് ഈ കിട്ടിയ വാല്യൂ വെച്ചാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഈ രാജു ടോം RT എന്നാണ് എടുത്തിട്ടുള്ളത്. അതത്ര ഓർത്തിരിക്കുക, സമയം കളയുന്നില്ല. അപ്പോൾ ഇവർ 3 പേരും ഈ കണ്ടീഷനിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 6 + 4 + 5 15. നമുക്ക് ഈ LCM ഇല്ലേ, അതാണ് ഇവിടുത്തെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ 15 വർക്ക് ചെയ്യും, മൊത്തം 60 വർക്ക് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ വർക്ക് തീരാൻ മൊത്തം എത്ര ദിവസം എടുക്കും? 60/15 4 ദിവസം. ഇനി ഇവിടെ 2 പേരാണ് നിൽക്കുന്നത്, അത് തെറ്റിപ്പോകരുത്. ഓപ്ഷൻ 4 ഉണ്ട്, അത് തെറ്റിപ്പോകരുത്. അപ്പോൾ 2 പെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഈ കിട്ടിയതിനെ, ഈ 4 കിട്ടിയല്ലോ, അതിനെ 2 കൊണ്ട് തീർച്ചയായും ഗുണിക്കണം, അത് തെറ്റിപ്പോകരുത്. അപ്പോൾ 2 × 4 8 ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. എഫിഷ്യൻസി ആണ്. ആദ്യം LCM എടുത്തു, അതാണ് ടോട്ടൽ വർക്കാക്കി എടുക്കുക. ഇനി ഇതിനങ്ങ് മറക്കുക, ആദ്യം എഴുതിയ മറക്കുക. പിന്നെ അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക. 60/10 6, 5 4. അവയുടെ തുകയാണ് ഒരു ദിവസത്തെ വർക്ക്. 60 ടോട്ടൽ വർക്ക്, 15 ഒരു ദിവസത്തെ വർക്ക്. അങ്ങനെയെങ്കിൽ ആ വർക്ക് തീരാൻ എത്ര ദിവസം വേണം? 60/15 4 കിട്ടും. ആ 4 ഇവിടെ പെയറായിട്ടാണ് ഉള്ളത് കൊണ്ട് × 2 ചെയ്യാൻ മറക്കരുത്. അടുത്ത ചോദ്യം, ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 2 cm. അതായത് റേഡിയസ് 2 ഉള്ള ഒരു സെമി സർക്കിളിൽ വരയ്ക്കാവുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ റേഡിയസ് 2 ആണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇത് മുതൽ ഇതുവരെ 4 ആയിരിക്കും. ഇനി H നോക്കാം. Hഉം തീർച്ചയായും അതിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും 2. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഏതാ? ഹാഫ് BH ആണല്ലോ. ഹാഫ് B എത്രയാണ്? ബേസ് 4, H എത്രയാണ്? 2. 2 ബാക്കിയുള്ളത് 4 cm² ആണ്. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് മായ ഗോസ് ടു ഓഫീസ് സ്പീഡ് 40 km/h, ഷീ റീച്ചസ് 5 minutes ലേറ്റ്. ഇഫ് ഷീ ട്രാവൽസ് അറ്റ് ദ സ്പീഡ് ഓഫ് 60 km/h, ഷീ ഈസ് 10 minutes early. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ഓഫീസ് ഫ്രം ഹർ ഹോം? അപ്പോൾ ഇവിടെ ഹോമുണ്ട്, ഇവിടെ ഓഫീസുണ്ട്. ഈ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം 40 km/h പോയപ്പോൾ 5 minute ലേറ്റായി. 60 km പോയപ്പോൾ 10 minute നേരത്തെ ആയി. എങ്കിൽ ദൂരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് നോട്ട്ബുക്കിൽ ഒരു ഇക്വേഷൻ കുറിച്ച് വയ്ക്കുക. S1 × S2 ഡിവൈഡ് ബൈ S1 - S2 × ടൈം ഡിഫറൻസ് എന്ന് എഴുതുക. ഇതാണ് നമുക്ക് ബേസിക് ഇക്വേഷൻ. ഇനി ഓരോന്ന് പറയാം. S1 എത്രയാ? 40 ഇൻറ്റു S2 എത്രയാ? 60. 40 × 60. S1 - S2
40 മൈനസ് 60, ഇവിടെ മൈനസിന് വാല്യൂ എടുക്കേണ്ട, 60 മൈനസ് 40 എടുക്കുക 20. ഇനി ഈ ടൈം ഡിഫറൻസ് എടുക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ കിലോമീറ്റർ പെർ ഹവറിലാണ്, ഇവിടെ മിനിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അവറിൽ കിടക്കുന്നു, മിനിറ്റിൽ കിടക്കുന്നു, അത് തെറ്റിപ്പോകരുത്. ഇനി 5 മിനിറ്റ് ലേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ 0.5 മിനിറ്റ് ലേറ്റ് എന്ന് പറയുന്നത് 5 മിനിറ്റ് മൈനസ് എന്നെടുക്കുക, -5. ഇനി പറയുന്നു പിന്നീട് 60 പോയപ്പോൾ 10 മിനിറ്റ് നേരത്തെ, എങ്കിൽ 10 മിനിറ്റ് നേരത്തെ ആയി. അപ്പോൾ ഇതാണ് 0.5 മിനിറ്റ് താമസിച്ചു, 10 മിനിറ്റ് നേരത്തെ, ഇതാണ് എടുക്കേണ്ടത്. ഇനി ഈ ടൈം ഡിഫറൻസ് എടുക്കേണ്ടത് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് 10 × 5 മൊത്തം 15 ആണ്, അല്ലാണ്ട് 10 - 5 എന്ന് എടുക്കരുത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വരച്ചൊന്ന് ഓർക്കുക. അപ്പോൾ 15 മിനിറ്റ് എന്ന് കിട്ടി. ഇനി നമുക്കിതിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് മാറ്റണമല്ലോ. പെർ അവറിലേക്ക് മാറ്റാൻ 15/60 ചെയ്താൽ മതി. കാരണം ഇവിടെ അവറിലാണ് കിടക്കുന്നത്, ഇവിടെ മിനിറ്റിലാണ് കിടക്കുന്നത്. ഒറ്റ യൂണിറ്റിലേക്ക് മാറ്റുന്നു. ഇനി 60ഉം 60ഉം ക്യാൻസലായി, 0 ക്യാൻസലായി, 2 × 15 30 എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ലെങ്ത് on 71 meters take to cross a tunnel of length 229 meters if it is running at a speed of 30 km/h? ട്രെയിനിൻ്റെ പ്രോബ്ലമാണ്. നമുക്ക് ബേസിക് ഇക്വേഷൻ ഓർത്തിരിക്കുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മച്ച് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. ടൈം ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി നമുക്ക് നോക്കാം ഡിസ്റ്റൻസ് എത്രയാണ്. ട്രെയിനിൻ്റെ നീളവും ടണലിൻ്റെ നീളവും 171 + 229 ചെയ്യുമ്പോൾ 400 കിട്ടും. 400 ഡിവൈഡ് ബൈ സ്പീഡ് 30 km/h ആണ്. ഇവിടെയും ശ്രദ്ധിക്കുക, യൂണിറ്റ് km/h, മീറ്ററിലാണ് കിടക്കുന്നത്. അപ്പോൾ km/h മീറ്റർ/സെക്കൻഡിലാക്കാൻ 5/18 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 30 ഇൻറ്റു 5/18 കൊണ്ട് ഗുണിക്കുന്നു. ആ 18 മേളിൽ പോകും, 18 മേളിൽ. 0 ക്യാൻസലായി, 8×5 40 ആണ്. 8 × 6 6×8 48. 48 സെക്കൻഡാണ് ആൻസർ. ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ ഇത് ക്യാൻസലായി പോയ ചോദ്യമാണ്. അപ്പോൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 48 സെക്കൻഡ്. അടുത്ത ചോദ്യം, വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 വിൽ ബി ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾസ്? ഏത് സമയത്താണ് 4നും 5നും ഇടയിൽ റൈറ്റ് ആംഗിൾ ആകുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐഡിയ ഒന്ന് ഓർത്തിരിക്കുക. ക്ലോക്ക് ഇവിടെ 6 ഉണ്ട്, 12, ഇവിടെ 3 ഉണ്ട്, 9 ഉണ്ട്. ഇനി നോക്കാം 4നും 5നും ഇടയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 ഇവിടെ ഉണ്ട്, 4, 5, 6, 7. അപ്പോൾ മണിക്കൂർ സൂചി 4ലോട്ടാണെങ്കിൽ 4 ഇരിക്കുന്നു എങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചി എപ്പോഴും 7ൻ്റെ ലെവലിൽ ആവുമ്പോൾ മാത്രമേ ഒരു 90 ഡിഗ്രി ഫോം ആകത്തുള്ളൂ, അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ 7, കാരണം 3 ഗ്യാപ്പ് വരും, 4, 5, 6, 7. ആ മൂന്നാമത്തെ ഗ്യാപ്പിലാണ് 90 ഡിഗ്രി ആകുന്നത്. ഇനി ഒന്ന് നോക്കണ്ട, ഈ 7ൻ്റെ അവിടെയാണ് മിനിറ്റ് സൂചി ഇരിക്കുന്നത് എന്ന് വിചാരിച്ച് അതിനെ 5 കൊണ്ട് ഗുണിക്കുക. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 7 × 5 35 ആണ്. 35 എഴുതി, 35 ഇനി എഴുതേണ്ട മെത്തേഡ് ഓർക്കുക. 35 ഡിവൈഡ് ബൈ 11. ഇങ്ങനെ ഒന്ന് എഴുതാൻ പഠിക്കുക. അപ്പോൾ ആ മിനിറ്റ് സൂചിയുടെ ഡയറക്ഷനിൽ നമ്പർ 7 ആണ്. അതേ × 5 35 35/11. അപ്പോൾ 35/11 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 പ്രാവശ്യം പോകും, പൂർണ്ണമായിട്ട് പോകും 33. ബാക്കിയുള്ളത് 2/11. അപ്പോൾ 3 പ്രാവശ്യം പോകുമ്പോൾ ഈ 35നോട് കൂടെ ആഡ് ആവും, അപ്പോൾ 38 ആവും. ബാക്കിയുള്ള 33ൽ 35 2 2/11.
അപ്പോൾ 4 മണി കഴിഞ്ഞ് 38 2/11 ആവുമ്പോഴാണ് കറക്റ്റ് 90 ഡിഗ്രി ആകുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ടുഡേ 10th May 2018 ഈസ് എ തേഴ്സ്ഡേ. വാട്ട് ഡേ ഓഫ് ദ വീക്ക് വിൽ ബി ഓൺ 25th December 2018? 2018 മെയ് 10 തേഴ്സ്ഡേ ആയാൽ 2018 ഡിസംബർ 25 ഏത് ദിവസം എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. മെയ്യിൽ ഇത് ലീപ്പ് ഇയർ ആണോ അല്ലോ നോക്കണ്ട, കാരണം ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ള ഡേറ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതായാലും അല്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കി നോക്കാം. മെയ്യിൽ മൊത്തം 31 ദിവസങ്ങളുണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം 21ആണ്. 31 - 10 ചെയ്യുക, 21. ബാക്കിയുള്ളത് ജൂണിൽ 30, ജൂലൈയിൽ 31, ആഗസ്റ്റിൽ 31, സെപ്റ്റംബറിൽ 30, ഒക്ടോബറിൽ 31, നവംബറിൽ 30, ഡിസംബർ 25. അപ്പോൾ ഇത്രയും ഒന്ന് ആഡ് ചെയ്തെടുക്കുമ്പോൾ 229 കിട്ടും. അതിനെ ഒന്ന് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 7 21, 9, 2 7 14. ശിഷ്ടം നമുക്ക് കിട്ടുന്നു 5. ഈ ശിഷ്ടം കിട്ടുന്നത് ഈ തന്നിട്ടുള്ള ദിവസത്തിനോട് കൂട്ടുക. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് ദ റേഷ്യോ ബിറ്റ്വീൻ ഏജസ് ഓഫ് അപ്പു ആൻഡ് റിയാൻ പ്രസൻറ്റ് 3:4, 5 years ago 5 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ റേഷ്യോ 2:3 ആയാൽ വാട്ട് ഈസ് എ പ്രസൻറ്റ് ഏജ് ഓഫ് അപ്പു? അപ്പോൾ ക്വസ്റ്റ്യനും വായിച്ചു, നമ്മളിവിടെ ആൻസറും എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത് എഴുതേണ്ടത് ഒന്ന് ഓർത്തിരിക്കുക, ഈ എഴുതിയ പോലെ എഴുതുക. അപ്പു ആൻഡ് റിയാൻ, റിയാൻ എഴുതി. റേഷ്യോ 3:4 എഴുതി. 5 years ago ഇയർ ഇവിടെ എഴുതി. ഇപ്പോൾ ആ റേഷ്യോ 2:3 എഴുതി. ഇപ്പോഴത്തെ ഏജാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പുവിൻ്റെ ഇപ്പോഴത്തെ ഏജ് അത് നമ്മൾ റൗണ്ട് ചെയ്തു. അപ്പോൾ ഇത്രയും ഒന്ന് എഴുതാൻ പഠിച്ചാൽ ആൻസറിലായി. ഇനി ചെയ്യേണ്ടത് ആ റൗണ്ട് ചെയ്തത് ഇൻറ്റു ആ റൗണ്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് 2 റേഷ്യോ ഉണ്ടല്ലോ, അവ തമ്മിലുള്ള വ്യത്യാസം 3 - 2 1 ഇൻറ്റു വർഷം ഇവിടെ എഴുതിയിട്ടുണ്ട് 5 ഡിവൈഡ് ബൈ ഇതിനൊന്ന് ക്രോസ് ചെയ്ത് കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ 3:4 2:3 3 × 9 3 9 -2 × 4 8 9 - 8 1. ഇനി ചെയ്താൽ 3 × 15 15ആണ് ആൻസർ. അപ്പോൾ ഇപ്പോഴത്തെ അപ്പുവിൻ്റെ ഏജ് 15. ഇനി റിയാൻ്റെ ഇപ്പോഴത്തെ ഏജ് ചോദിച്ചാൽ ഇത് റൗണ്ട് ചെയ്യും, എന്നിട്ട് ബാക്കി ഈ സെയിം മെത്തേഡിൽ തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 10 ചോദ്യങ്ങൾ. ഒന്ന് ചെയ്ത് ശീലിച്ചാൽ ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും ആൻസർ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുമായിരിക്കും. താങ്ക് യു.